അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻറ്റി ഹൈപ്പർലിപ്പിഡമിക് അല്ലെങ്കിൽ ഹൈപ്പോലിപ്പിഡമിക് ഏജൻസാണ്. അപ്പോൾ ഹൈപ്പർ എന്ന് വെച്ചാൽ കൂടുക, ഹൈപ്പോ എന്ന് വെച്ചാൽ കുറയുക. അപ്പോൾ ആൻറ്റി ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂടുന്നതിനെ കുറക്കുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അങ്ങനെയാണ് ഹൈപ്പർ ലിപ്പിഡമിക്കിനെ കുറക്കുന്ന ആള്, അല്ലെങ്കിൽ സിംപ്ലി ഹൈപ്പോലിപ്പിഡമിക്, ലിപ്പിഡിനെ ഹൈപ്പോ കുറക്കുന്ന ആള് അങ്ങനെയും പറയാം. ഓക്കെ, ഈ രണ്ട് പേരിലും പറയും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ഹൈപ്പോലിപ്പിഡമിക് ഏജൻസ്. അപ്പോൾ നമ്മുടെ സിലബസിൽ 4 ഡ്രഗ്സിന്റെ സ്ട്രക്ചർ പഠിക്കാനുള്ള 3 ക്ലാസിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്നാമത്തെ ആൾ സ്റ്റാറ്റിൻ. അതിന് എക്സാമ്പിളാണ് ലോവാസ്റ്റാറ്റിൻ. ഇതിന്റെ സ്ട്രക്ചർ സിമ്പിളാണ്, അത്ര കോംപ്ലക്സ് ഒന്നല്ല. ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. അതിലൊരു നാഫ്തലീൻ റിങ്ങിന്റെ അതിന്റെ സാച്ചുറേറ്റ് ചെയ്ത ഫോം ഉണ്ട്, പാർഷ്യൽ സാച്ചുറേഷൻ ആണ്. പിന്നെ 6 മെമ്പേർഡ് സൈക്ലിക് റിംഗ് കണ്ടെയ്നിങ് ഓക്സിജൻ, ഹെട്രോസൈക്ലിക് റിംഗ് കണ്ടെയ്നിങ് ഓക്സിജൻ വിത്ത് എ കീറ്റോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോക്സി ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ലിപ്പിഡ് റെഗുലേറ്റിംഗ് ഡ്രഗ് ആണ്. പിന്നെ ഫിബ്രിക് ആസിഡ് ഡെറിവേറ്റീവ് അല്ലെ ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്, അതിന്റെ മറ്റൊരു പേര് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ആക്ടിവേറ്റർ. ഈ ഒരു ഡ്രഗ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്നുള്ള എൻസൈമിന്റെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതും സിമ്പിൾ സ്ട്രക്ചറാണ്. ക്ലോറോബെൻസിന്റെ പാരാപോഷനിൽ ഈ ഒരു ഈതർ ലിങ്കേജ് വഴി ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഈതർ ലിങ്കേജ് ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. അത് ടൈപ്പ് 3, ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമെ ട്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈലാസിസ് സെക്വസ്ട്രൻസ് ആണ്. ആക്ച്വലി ഇവ റെസിൻസ് ആണ്, പോളിമേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഇവിടെ സ്ട്രക്ചർ ആയിട്ട് എഴുതിയത്. ഇതിലൊന്നൊരു കോംപ്ലിക്കേഷൻ ഇല്ല സ്ട്രക്ചറിൽ, സിമ്പിൾ. ഇത് ക്വാട്ടർണറി നൈട്രജൻ ആണ്, പ്ലസ് ചാർജ് അല്ലേ, ക്വാട്ടർണറി 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എഴുതിയിട്ട് നിങ്ങൾ N നമ്പർ എഴുതും. ഓക്കെ, അതേപോലെ അടുത്ത് കൊളസ്ട്രിപ്പോൾ എന്ന് പറഞ്ഞ ആളാണ്. അതേപോലെ തന്നെ അതിലും നൈട്രജൻ ഉണ്ട്, പക്ഷെ ടെർഷറി നൈട്രജൻ കൊളസ്ട്രിപ്പോളിലുള്ള ഇതും N നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്ട്രക്ചർ പഠിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുമ്പോൾ നോക്കാം. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ, സ്റ്റാറ്റിന്റെ മെക്കാനിസം പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിന്റെ മെക്കാനിസം പറയുമ്പോൾ നിങ്ങൾ ഇത് ഫുള്ള് നിങ്ങൾ എഴുതണമെന്നില്ല. ഇതിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കളറിൽ കൊടുത്ത പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അതാണ് മെയിനായിട്ട് വേണ്ടത്. പ്ലസ് പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമില്ലേ, ഇവിടെ കൊടുത്ത ഫ്ലോ ചാർട്ട് പോലെ, ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ആക്ച്വലി HMG കോയയിൽ HMG കോയ റിഡക്റ്റേസ് എന്നുള്ള എൻസൈം ആക്ട് ചെയ്തിട്ട് അതിനെ മെവലോണിക് ആസിഡ് ആക്കി മാറ്റും. ഓക്കെ, HMG കോയ എന്നുള്ള സബ്സ്ട്രേറ്റിൽ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ HMG കോയ റിഡക്റ്റേസ് എന്നുള്ള എൻസൈം ആക്ട് ചെയ്തിട്ട് അതിനെ മെവലോണിക് ആസിഡ് ആക്കി മാറ്റും. ഈ മെവലോണിക് ആസിഡ് എന്നാണ് കൊളസ്ട്രോൾ നമ്മളെ സെല്ലിൽ സിന്തസിസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ HMG കോയ റിഡക്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് എന്താ ചെയ്യുക, ആ ഒരു എൻസൈമിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും. ഇനി ഈ ഒരു കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇല്ല. അതാണ് ഒന്നാമത് പറയുന്നത്. സ്റ്റാറ്റിൻ ഇൻഹിബിറ്റ് HMG കോയ റിഡക്റ്റേസ് ലീഡിങ് ടു എ ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കൊളസ്ട്രോൾ വിത്തിൻ ദ സെൽ. അപ്പം അങ്ങനെ കൊളസ്ട്രോൾ കുറഞ്ഞാൽ അവിടെ 2 രീതിയിലുള്ള എഫക്റ്റ് ഉണ്ട്. ഒന്ന്, ലോ ഇൻട്രാസെല്ലുലാർ കൊളസ്ട്രോൾ ഡിക്രീസസ് ദ സെക്രീഷൻ ഓഫ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞാൽ ബ്ലഡിലേക്ക് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ സെക്രീഷൻ കുറയ്ക്കും. നമ്മളെ ബ്ലഡിൽ നിന്ന് ഈ VLDL, LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതൊക്കെ കൂടുമ്പോഴാണെങ്കിൽ അതിറോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നത്, ഹൈപ്പർ ലിപ്പിഡമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കും. അത് രണ്ടാമത്തെ മെക്കാനിസമാണ്. ഇതിൻ്റെ ഡയറക്റ്റ് അല്ല, അതായത് കൊളസ്ട്രോൾ കുറയുമ്പോൾ ഈ ഒരു സംഭവം നടക്കും. ഇനി മൂന്നാമത്തേതെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വിച്ച് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ഓഫ് LDL റിസപ്റ്റർ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ റിസപ്റ്ററിൻ്റെ സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ നമ്മൾ സെല്ല് ശ്രമിക്കും, നോർമലിലും കുറഞ്ഞു പോയാൽ. ഓക്കെ, അല്ലെങ്കിൽ നോർമലി കൂടിയ അളവിൽ ഹൈപ്പർ ലിപ്പിഡമിക് പേഷ്യൻ്റെ കണ്ടീഷനിൽ കൂടിയ അളവിലായിരിക്കും. അപ്പോൾ അത് കുറഞ്ഞാൽ വീണ്ടും മുമ്പത്തെ സ്റ്റേറ്റ് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ LDL റിസപ്റ്റർ ബ്ലഡിൽ നിന്ന് ലിപ്പിഡിനെ സെല്ലിലേക്ക് എടുക്കുന്ന റിസപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടാൻ നോക്കും. അതാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ അളവ് കുറയുമ്പോൾ DNA ഏതൊരു ജീനാണോ ആ ഒരു LDL റിസപ്റ്ററിനെ കോഡ് ചെയ്യുന്നത്, ആ ഒരു ജീൻ്റെ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ഫോം ചെയ്യും. ആ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ വെച്ചാൽ ആ ഒരു റിസപ്റ്റർ, ആ റിസപ്റ്ററിൻ്റെ പ്രിക്കർസർ പോലത്തെ മോളിക്യൂൾ ഫോം ചെയ്യും. അതിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഫിനിഷിംഗ് വർക്ക്, പോളിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് റിസപ്റ്ററായിട്ട് സെൽ സർഫേസിൽ വന്ന് വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസപ്റ്റർ LDL റിസപ്റ്റർ വന്നിട്ട് എന്ത് സംഭവിക്കും? ബ്ലഡിലുള്ള LDL, ഓക്കെ, ഇൻക്രീസ് നമ്പർ ഓഫ് LDL റിസപ്റ്റർ പ്രൊമോട്ട് അപ്ടേക്ക് ഓഫ് LDL, ബ്ലഡിലുള്ള ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കും.
ഇനി അത് ഒരു സ്കീമ എന്ന കെമിസ്ട്രി ആസ്പെക്റ്റിൽ കാണിച്ചതാ. ഇത് HMG-CoA എന്നുള്ള കോമ്പൗണ്ടാണ്. അതിൽ HMG-CoA റിഡക്റ്റേസ് ആക്ട് ചെയ്തിട്ട് ഒരു ടെട്രാഹെഡ്രൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ടെട്രാഹെഡ്രൽ ഇന്റർമീഡിയറ്റിൽ വീണ്ടും HMG-CoA റിഡക്റ്റേസ് ആക്ട് ചെയ്തിട്ടാണ് മെവലോണിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഈ ഒരു മെവലോണിക് ആസിഡ് നിന്നാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? അത് നേരത്തെ പറഞ്ഞ സെയിം. പക്ഷെ ഇവിടെ എങ്ങനെ നമ്മുടെ സ്റ്റാറ്റിൻസ് ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ലോവാസ്റ്റാറ്റിന്റെ സ്ട്രക്ചർ ആയത്. ലോവാസ്റ്റാറ്റിൻ എന്ന് വെച്ചാൽ ഒരു പ്രോ ഡ്രഗ്, ഇനാക്റ്റീവ് ഫോമാണ്. ആ ലോവാസ്റ്റാറ്റിൻ ആസച്ച് അത് അതിന് അപ്രകാരം ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടാബ്ലറ്റിന്റെ ഫോമിൽ ഈ ഒരു ഡ്രഗിനെ കഴിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെ ബോഡിയിലെത്തിയാൽ ഇൻ വൈവോ ഹൈഡ്രോളിസിസ് നമ്മളെ ബോഡിക്കുള്ളിൽ വെച്ചിട്ട് ഈ ഒരു സൈക്ലിക് 6 മെമ്പേർഡ് റിങ്ങിലുള്ള COR എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, COR എസ്റ്റർ ഗ്രൂപ്പ് ഇവിടെ ബ്രേക്ക് ആവും, ഹൈഡ്രോളിസിസ് നടന്നിട്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഫോം ചെയ്യും, 3,5-ഡൈഹൈഡ്രോക്സി ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ആക്ച്വലി നിങ്ങൾ നോക്കും ഈ ടെട്രാഹൈഡ്രൽ ഇന്റർമീഡിയറ്റിന്റെ സ്ട്രക്ചറും ഈ ഒരു ലോവാസ്റ്റാറ്റിന്റെ ആക്റ്റീവ് ഫോമിലുള്ള ഈ ഒരു സ്ട്രക്ചറും സിമിലർ. ഒരേ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ CH3 ഉണ്ട്, അത് ആബ്സെന്റ്. അപ്പോൾ നമ്മുടെ എൻസൈം ഈ HMG-CoA റിഡക്റ്റേസ് എൻസൈമിന് കൺഫ്യൂഷൻ ആവും. അവർക്ക് മനസ്സിലാവില്ല ഈ ടെട്രാഹൈഡ്രൽ ഇന്റർമീഡിയറ്റും അതേപോലെ ലോവാസ്റ്റാറ്റിന്റെ ആക്റ്റീവ് ഫോമും തമ്മിലുള്ള ഡിഫറൻസ്. അവ ഈ ഒരു ആക്റ്റീവ് ഫോമായിട്ട് പോയി അങ്ങ് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ അവിടെ മെവലോണിക് ആസിഡ് ഉണ്ടാവില്ല. അങ്ങനെയാണ് മെവലോണിക് ആസിഡിന്റെ അളവ് കുറഞ്ഞ് കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ ഒറ്റൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞത് സിമ്പിളി. അടുത്തത് ഫൈബ്രൈഡ്സ്. ഫൈബ്രൈഡ്സിന്റെ മെക്കാനിസം എങ്ങനെ നോക്കാം. ഫൈബ്രൈഡ്സ് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ന്യൂക്ലിയർ പെറോക്സിസം പ്രോലിഫറേറ്റർ ആക്ടിവേറ്റഡ് റിസപ്റ്റർ ആൽഫ, PPAR ആൽഫ എന്ന് സിംപ്ലി പറയും. അത് ന്യൂക്ലിയസിന്റെ ഉള്ള മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, അത് ട്രാൻസ്ക്രിപ്ഷൻ ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതെന്ന് വെച്ചാൽ ഈ ഫൈബ്രൈഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്താൽ അത് ഈ ഒരു PPAR ആൽഫയിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ആ PPAR ആൽഫ ആക്ടിവേറ്റഡ് ആയിട്ട് അത് DNA പോയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ കാരണം ഏത് ട്രാൻസ്ക്രിപ്ഷൻ, ആ ട്രാൻസ്ക്രിപ്ഷൻ വഴി അവിടെ ഉണ്ടാവുന്ന എൻസൈമാണ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്. അപ്പോൾ ഈ ഒരു ഫൈബ്രൈറ്റ് PPAR ആൽഫനെ ആക്ടിവേറ്റ് ചെയ്താൽ ദാറ്റ് ഇൻക്രീസസ് ദ സിന്തസിസ് ഓഫ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എൻസൈം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എൻസൈമിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് കൊളസ്ട്രോൾ കുറയുന്നത്. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ എത്തുന്നത്. ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറക്കണം. ഇത് ഈ ഹൈപ്പർ ലിപ്പിഡെമിക് ഒരു കാരണമാണ്. ഇൻക്രീസ് നമ്പർ ഓഫ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, VLDL, LDL അതൊക്കെ. അപ്പോൾ സാധാരണ ഫ്രീ ഫാറ്റി ആസിഡ് ലിവറിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഫാറ്റി ആസിഡിന്റെ അളവ് കുറച്ചാൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിന്റെ എൻസൈം, ആ ഒരു എൻസൈമിന്റെ അളവ് കൂടി എന്ന് പറഞ്ഞല്ലോ ഈ ഫൈബ്രൈഡ്സ് PPAR ആൽഫ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ. അത് ജീൻ എക്സ്പ്രഷൻ കാരണം ആ ഒരു ജീന് ആക്ടിവേറ്റ് ചെയ്യും. ആ ഒരു ജീൻ എന്ന് വെച്ചാൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എൻസൈമിനെ സിന്തസിസ് ചെയ്യാൻ കാരണം ജീന്. അങ്ങനെ ഇതുണ്ടായി. അപ്പോൾ ഈ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഈ ഫ്രീ ഫാറ്റി ആസിഡിൽ എസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്രീ ഫാറ്റി ആസിഡിന്റെ അളവ് കുറയും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്ന അളവും കുറയും. അതാണ് അത്തരം കാര്യമാണ് ഈ പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാവും. ദ ഫൈബ്രൈഡ്സ് primarily enhances lipoprotein lipase synthesis. Okay, അപ്പോൾ ഈ lipoprotein lipase എന്ന് പറഞ്ഞ enzyme is a key enzyme in the degradation of very low density lipoprotein. Okay, അതിന്റെ degradation കാരണമാണ് enzyme resulting in lowering of circulatory triglyceride. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ഫൈബ്രൈഡ്സ് HDLന്റെ ലെവൽ കൂട്ടും. HDL കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, അത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ അത് HDL. ലോ ഡെൻസിറ്റീസ് ഒക്കെ ബാഡ് കൊളസ്ട്രോൾസ് ആണ്. അടുത്തത് ബൈൽ ആസിഡ് സെക്വസ്ട്രൻസ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതിന് എക്സാമ്പിൾ കൊളസ്ട്രാമിൻ, കൊളസ്റ്റിപ്പോൾ. ആക്ച്വലി അവ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ് ദാറ്റ് ബൈൻഡ് നെഗറ്റീവ്ലി ചാർജഡ് ബൈൽ ആസിഡ്സ് ആൻഡ് ബൈൽ സോൾട്ട്സ് ഇൻ ദ സ്മോൾ ഇൻഡസ്ട്രീൻ. സ്മോൾ ഇൻഡസ്ട്രീനിലെ ബൈൽ ആസിഡ്സും ബൈൽ സാൾട്ട്സും ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സിസ്റ്റം ഉണ്ട്, എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയും. ഈ എൻഡറോ എന്നുള്ള ടേം ഇൻഡസ്റ്റൈനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ഹെപ്പാറ്റിക് എന്നുള്ള ടേം ലിവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിവറിൽ നിന്ന് ബൈൽ ആസിഡ്, ബൈൽ സാൾട്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബൈലിന്റെ കൂടെ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. ഈ ഗാൾ ബ്ലാഡർ അത് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് അതിന് സെക്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സംഭവം. ആ സെക്രേറ്റ് ചെയ്തതിൽ നിന്ന് വീണ്ടും ഈ ബൈൽ ആസിഡ്സിനെ, ബൈൽ സാൾട്ട്സിനെ റീഅബ്സോർപ്ഷൻ നടന്നിട്ട് ഒരു 99% വീണ്ടും തിരിച്ച് ലിവറിൽ തന്നെ എത്തും. അപ്പോൾ ആ ഒരു സൈക്കിളിനെയാണ് നമ്മൾ എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു ഹൈപ്പർ ലിപ്പിഡമിക് പേഷ്യന്റ് ലിപ്പിഡ് അളവ് കൂടിയ ഒരാളെ ബോഡിയിൽ നമ്മൾ ഈ ബൈലാസിഡ് സെക്വസ്ട്രൻസ് വെച്ചൊന്നും ട്രീറ്റ്മെന്റ് നടത്തിയില്ല. ഓക്കെ, അവര് ഡ്രഗ് എടുക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ കൊളസ്ട്രോളിന്ന് ബൈലാസിഡ്സും ബൈൽസാൾസും ഉണ്ടായി. ഈ ബൈൽസാൾസും അല്ല ബൈലാസിഡ്സും നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അത് വീണ്ടും തിരിച്ചിട്ട് ആക്ച്വലി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നതെന്ന് വെച്ചാൽ ലിപ്പിഡിന്റെ ഡൈജഷൻ അബ്സോർപ്ഷൻ ഒക്കെ നടക്കാൻ. അപ്പോൾ അവിടുന്ന് വീണ്ടും തിരിച്ച് റീഅബ്സോർപ്ഷൻ നടക്കും. ഇങ്ങനെയാണ് നോർമലി നടക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബൈലാസിഡ് സെക്വസ്ട്രൻസ് അല്ലെ ബൈലാസിഡ് ബൈൻഡിങ് റെസിൻ വെച്ചിട്ട് ഇപ്പോൾ കൊളസ്ട്രാമിൻ അല്ലെ കൊളസ്ട്രിപ്പോൾ നമ്മൾ വെച്ചിട്ട് മരുന്ന് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ബൈൽസാൾസ് ഒക്കെ ഇൻറ്റസ്റ്റൈനിൽ എത്തിയാൽ അവിടുന്ന് ഇവ സെക്വസ്ട്രൻഡ് ആണല്ലോ, അവയായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ഒരു ഡ്രഗ്സ് ഈ ബൈലാസിഡും ബൈൽസാൾട്ടുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ ഒരു ഇൻസോല്യൂബിൾ കോംപ്ലക്സിനെ റീഅബ്സോർബ് ചെയ്യാൻ കഴിയൂല നമ്മളെ ബോഡിക്ക്. അങ്ങനെ അത് ഫീക്കൽ മാറ്ററിന്റെ കൂടെ എക്സ്ക്രീറ്റ് ആയിട്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കൊളസ്ട്രാമിൻ, കൊളസ്ട്രിപ്പോൾ ഓർ കൊളസെവലം നമ്മളെ ഇതിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ പഠിക്കാനല്ല, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഫോം ആൻ ഇൻസോല്യൂബിൾ കോംപ്ലക്സ് വിത്ത് ദ ബൈലാസിഡ്സ് ആൻഡ് സാൾട്ട് പ്രിവെന്റിങ് ദർ റീഅബ്സോർപ്ഷൻ ഫ്രം ദ ഇൻസ്റ്റൈൻ. നമ്മൾ അറ്റ്ലീസ്റ്റ് വരക്കുമ്പോൾ ഈ ഒരു ലിവർ പോലെ ഇങ്ങനെ വരച്ചേക്കാം, ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ വരച്ചേക്കാം. ഇതിങ്ങനെ സ്ട്രക്ചർ ആയിട്ട് തന്നെ കാണിക്കും. മെക്കാനിസം ഒക്കെ 5 മാർക്കിനുള്ള ക്വസ്റ്റിനെ ചോദിച്ചാൽ കൂടുതൽ സ്കോർ കിട്ടും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ പാരഗ്രാഫിൽ മൊത്തം പറയുന്നത്. The resin bile-acid complex is excreted in the fecus, thus lowering the bile acid concentration. This causes hepatocyte to increase conversion of cholesterol to bile acid. അപ്പോൾ നമ്മുടെ ബൈലാസിൻ്റെ അളവ് ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാം ഫീക്കൽ മാറ്ററിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറയും. അപ്പോൾ ഹെപ്പാറ്റോസൈറ്റ് എന്ന് വെച്ചാൽ ലിവർ സെൽസ് ആണ്. അവ വീണ്ടും ലിവറിലുള്ള കൊളസ്ട്രോളിനെ ബൈലാസിഡും ബൈൽസാൾട്ടും ആക്കിയിട്ട് മാറ്റും. ഓക്കെ, വിച്ച് ആർ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് ദ ബൈലിലുള്ള മെയിൻ കോമ്പണൻ്റായ ബൈലാസിഡും ബൈൽസാൾട്ടും. കൺസിക്വൻലി ഇൻട്രാസെല്ലുലാർ കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ ഡിക്രീസ്. അങ്ങനെ കൊളസ്ട്രോളിനെ ബൈലാസിഡും ബൈൽസാൾട്ടും ആക്കിയിട്ട് വീണ്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വിടും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മളെ ഹെപ്പാറ്റോസൈറ്റ് ലിവറിൻ്റെ ഉള്ളിലുള്ള അവിടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും. അങ്ങനെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞ സ്റ്റാറ്റിൻസിൻ്റെ അവിടെ പറഞ്ഞ പോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുമ്പോൾ അവിടെ എന്താണോ നടക്കുന്നത്, മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ നടക്കും. മെയിനായിട്ട് LDL റിസപ്റ്ററിൻ്റെ സിന്തസിസ് കൂടും. LDL റിസപ്റ്ററിൻ്റെ സിന്തസിസ് കൂടും. ആ LDL റിസപ്റ്റർ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ ബ്ലഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും. അങ്ങനെ അൾട്ടിമേറ്റ്ലി കൊളസ്ട്രോളിൻ്റെ LDLൻ്റെ ഒക്കെ അളവ് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയും.